നാട്ടുവാർത്തയിൽ നിന്ന് ഒരു വലിയ കലാകാരന്റെ കഥയാണ് കലാരൂപത്തിന്റെയും. ചന്ദ്രചൂടൻ ഭഗവാന്റെ ചന്ദ്രചൂടൻ ഭഗവാന്റെ ചന്ദ്രചൂടൻ ഭഗവാന്റെ സൂതനാം ഐങ്കര പൈതൽ ചന്ദ്രചൂടൻ ഭഗവാന്റെ സൂതനാം ഐങ്കര പൈതൽ തകത തികിതകതോ തീയതി തോധി തോതികിതോ ചന്തമോടിഞ്ഞുതകുവാൻ കോഴഞ്ചേരിക്കടുത്ത് മേലുകരയിൽ ചിറ്റേടത്ത് നാഗത്തിൽ ശശിധരൻ നായർ വഞ്ചിപ്പാട്ട് ആചാര്യന്മാരിൽ പ്രമുഖൻ. വഞ്ചിപ്പാട്ട് വഞ്ചിയിൽ പാടുന്ന പാട്ട് തന്നെയല്ല, വഞ്ചിയെ നയിക്കുന്നത് ഇത് ഏതിനും നമുക്ക് ജീവിത താളം തന്നെ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു താളം വേണമല്ലോ. ഇത്രയും ജനങ്ങളെ ഒന്നിച്ച് ഇരുത്തി ഇത് പള്ളിയോടം മുന്നോട്ട് ചലിക്കാൻ വേണ്ടിയിട്ടുള്ള തുഴച്ചിലിന് ഈണം കൊടുക്കുന്നത് വഞ്ചിപ്പാട്ടിൽ കൂടാണ്. ശശിച്ചേട്ടന് ഒത്തിരിയേറെ പറയാനുണ്ട് വഞ്ചിപ്പാട്ടിൻ്റെ ചരിത്രവും വർത്തമാനവും. ചരിത്രം രാമപുരത്ത് വാര്യരുമായിട്ട് ബന്ധപ്പെട്ടതാണ് വഞ്ചിപ്പാട്ട്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് വഞ്ചിപ്പാട്ടിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. നതോന്നത വൃത്തത്തിലാണ് ഈ വഞ്ചിപ്പാട്ട് രചിച്ചിട്ടുള്ളത്. വൃത്തത്തിൽ ഗണം തൊക്ഷരം എട്ടെണ്ണം ഒന്നാം പാദത്തിൽ മറ്റതിൽ ഗണം 6 നിൽക്കണം 2 എട്ടാമതക്ഷരെ ഗുരു തന്നെ എഴുത്തെല്ലാം ഇശീലിൻ പേർ നതോന്നത. അപ്പോൾ ഈ വഞ്ചിപ്പാട്ട് രചിച്ചിരിക്കുന്ന നതോന്നത വൃത്തത്തിലാണ്. അപ്പോൾ അത് മുൻപാട്ടുകാരൻ ആദ്യം പാടുന്നു, അത് പിൻപാട്ടുകാർ പാടുന്നു. അതുപോലൊക്കെ തന്നെ നല്ല ഉച്ചത്തിൽ പാടിയെങ്കിലേ പറ്റത്തുള്ളൂ. താഴോട്ട് പോകുമ്പോൾ ആറ്റിൻ്റെ ഈ കാറ്റിൻ്റെ ഒരു വിഗതികളെ നമ്മൾ കരുതിയെങ്കിലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നടുക്ക് ഈ കാറ്റുമറയെന്ന് പറയും, അവിടെ നിന്നാണ് ഈ പാട്ട് പാടുന്നത്. അപ്പോൾ അത് കൂമ്പത്തിരിക്കുന്നവർക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉച്ചത്തിൽ പാടിയെങ്കിൽ മാത്രമേ, എന്നുവെച്ചാൽ തുഴ ഒരുപോലൊക്കെ വീഴണമല്ലോ, വള്ളം വേഗതയിൽ ചലിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം നല്ല ശബ്ദഗുണം വേണം. ഒരു ചമ്മട്ടിയുമേന്തി ഒരു ചമ്മട്ടിയുമേന്തി പെരിയ തേരാതിലേറി ഒരു ചമ്മട്ടിയുമേന്തി വള്ളംകളിയുടെ ആവേശമാണ് വഞ്ചിപ്പാട്ട്. എന്നാൽ ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. ചരിത്രം പറയുന്നത് ചെമ്പശ്ശേരി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം രാമപുരത്ത് വാര്യരാൽ വിരചിക്കപ്പെട്ടതാണ് ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. അത് 1972 മത്സരം വെച്ചു. ആറന്മുള പള്ളിയോടങ്ങൾ തമ്മിലുള്ള മത്സര വള്ളംകളി. അത് ആദ്യമായിട്ടായിരുന്നത് കൊണ്ട് എല്ലാ കരകളിലും വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ എടുത്തു. അവസാനം പള്ളിയോടം ഇവിടുന്ന് ഉത്രട്ടാതി ദിവസം ആറന്മുളയ്ക്ക് പോകാൻ തയ്യാറായി ഇരുന്നപ്പോൾ നമ്മുടെ പള്ളിയോടത്തിൽ 2 പാട്ടുകാർ വരുമായിരുന്നു അന്യ കരയിൽ നിന്ന്. 1957 നമ്മുടെ ഇവിടെ പള്ളിയോടം ഉണ്ടായതെന്നൂടെ ഞാൻ ഓർക്കുന്നു. അവസാനം ഇവർ 2 പേരും വരെയും അവർ പ്രതിദാനം ചെയ്യുന്ന കരക്കാർ പിടിച്ചു നിർത്തി. ഒടുവിൽ ഞാൻ അങ്ങനെയാണ് ഒരു മുൻപാട്ടുകാരനായിട്ട് പ്രവേശിക്കുന്നത്. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇത് പള്ളിയോടത്തിൽ പ്രവേശിച്ചു. ഇന്നും അത് തന്നെ ചിട്ട തന്നെ. അങ്ങനെ ആദ്യത്തെ മത്സരത്തിൽ നമുക്ക് 1ാം സമ്മാനം നേടാനും സാധിച്ചു. ആഗ്രഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ശശിച്ചേട്ടനും ഈ രംഗത്തെത്തിയത് അങ്ങനെയാണ്. എൻ്റെ വീട് തന്നെ നദിയോട് ഏറ്റവും ചേർന്ന സ്ഥലത്താണ്. അപ്പം ചെറുപ്പം മുതലേ ഈ നദിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ദിവസവും കുളിക്കാൻ നദിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ ചെറിയ വള്ളത്തിൽ തുഴഞ്ഞുള്ള പരിചയം ഉണ്ടായിരുന്നു. ആദ്യം ഒരു തുഴച്ചിൽക്കാരനായിട്ടാണ് ഞാൻ പള്ളിയോടത്തിൽ പ്രവേശിക്കുന്നത്. എൻ്റെ വല്യച്ഛനാണ് എന്നെ അതിന് പ്രാപ്തനാക്കിയത്. കഷ്ടിച്ചൊരു 15 വയസ്സുള്ളപ്പോൾ തുഴച്ചിക്കാരനായിട്ട്, അതും വല്യച്ഛൻ്റെ മുമ്പിലിരുത്തിയാണ് ഈ തുഴപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ വെള്ളത്തിൽ വീണാലും പെട്ടെന്ന് പുള്ളിക്ക് എടുക്കാമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞാണ്
എനിക്ക് അന്ന് മുതലായിട്ടുണ്ടായിരുന്നത് വഞ്ചിപ്പാട്ടിൻ്റെ ഈ 4th, 5th, 6th ക്ലാസ്സുകളിൽ കുചാലവൃത്തത്തിലെ വരികൾ ഉണ്ടായിരുന്നു പാഠഭാഗത്തിൽ. അപ്പോൾ അത് ഹൃദയസ്ഥമാക്കാൻ അന്ന് സാധിച്ചു. ഭക്തരിൽ ഇത്ര കാരുണ്യം ഭക്തരിൽ ഇത്ര കാരുണ്യം ഭക്തരിൽ ഇത്ര കാരുണ്യം ഉള്ള നാരായണൻ തന്നെ ഭക്തരിൽ ഇത്ര കാരുണ്യം ഉള്ള നാരായണൻ. ഈ കലാരൂപം അന്യം നിന്ന് പോകരുത്. പുതിയ തലമുറയോട് ശശിചേട്ടന് പറയാനുള്ളത് ഇതാണ്. ഈ 2-3 ദിവസം കൊണ്ടൊന്നും ഇത് ഹൃദയസ്ഥമാക്കാൻ പറ്റത്തില്ല. ഒന്നാമതായിട്ട് ഇതിന് താല്പര്യം വേണം. എനിക്കിത് മനസ്സിലാക്കണം, കാണാതെ പഠിക്കണം എന്നുള്ള താല്പര്യം വേണം. രണ്ടാമതായിട്ട് മുമ്പേ പറഞ്ഞതുപോലൊക്കെ ഈ ശബ്ദ ഗുണം വേണം. അപ്പം വേണ്ടുന്ന രീതിയിലുള്ള പ്രോത്സാഹനം കൊടുത്താലും താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഈ രംഗത്തെ. പക്ഷെ ഇപ്പോഴും ഒത്തിരി പേര് അതിന് തയ്യാറായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ അനുഗ്രഹീതമായിട്ടുള്ള നടപടിയാണ്. മംഗളം ദേവദേവേശ മംഗളം ദേവദേവേശ മംഗളം ദേവദേവേശ മംഗളം നാരായണായ മംഗളം ദേവദേവേശ മംഗളം നാരായണായ മംഗളം ദേവദേവേശ മംഗളം നാരായണായ ദൈ ദൈ തഗദ തിഗിതഗദോ ധീയദിത്തോ ദിത്തോ ദിഗിതോ മംഗളം പാർത്ഥസാരഥേ ദൈ ദൈ തഗദൈ ദൈദോ മംഗളം പാർത്ഥസാരഥേ മംഗളം പാർത്ഥസാരഥേ സദാ മംഗളം ദൈ മംഗളം പാർത്ഥസാരഥി സദാ മംഗളം ദൈ മംഗളം പാർത്ഥസാരഥി സദാ മംഗളം ഓ ദൈ ദൈ തഗദ തിഗിതഗദോ ധീയദിത്തോ ദിത്തോ ദിഗിതോ. നാട്ടുവാർത്തയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.